നിർമ്മാണ ആപ്പ് അടച്ചുപൂട്ടിയതോടെ ഓപ്പൺഎഐയും ഡിസ്നിയും തമ്മിലുള്ള പങ്കാളിത്തം അവസാനിപ്പിച്ചു. ലളിതമായ പ്രോംപ്റ്റുകളെ അടിസ്ഥാനമാക്കി റിയലിസ്റ്റിക് വീഡിയോ ക്ലിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം നേടിയ ആപ്പാണ് സോറ വീഡിയോ മേക്കിംഗ് ആപ്പ്. എന്നാൽ ലോഞ്ച് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ ഓപ്പൺഎഐ അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ജനറേഷൻ ആപ്പായ സോറ അടച്ചുപൂട്ടേണ്ടി വന്നു. അതേസമയം എന്റർടൈൻമെന്റ് ഭീമനായ ഡിസ്നിയുമായുള്ള ഉള്ളടക്ക പങ്കാളിത്തവും ഓപ്പൺഎഐ അവസാനിപ്പിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റോബോട്ടിക്സ് പോലുള്ള മറ്റ് വികസന പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സോറ നിർത്തലാക്കിയതായാണ് ഓപ്പൺഎഐ കഴിഞ്ഞ വാരം മാധ്യമങ്ങളോട് പറഞ്ഞത്. വീഡിയോ ജനറേഷൻ ബിസിനസ്സിൽ നിന്നും പുറത്തു കടക്കാനും മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കമ്പനിയുടെ മുൻഗണനകൾ മാറ്റാനുമാണ് ഓപ്പൺഎഐയുടെ തീരുമാനം. ബൗദ്ധിക സ്വത്തവകാശങ്ങൾ ലംഘിക്കാതെ സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ഡിസ്നി മറ്റ് AI പ്ലാറ്റ്ഫോമുകളുമായി ഇടപഴകുമെന്നും കമ്പനിയുടെ വക്താക്കൾ പറഞ്ഞു. സോറ അടച്ചുപൂട്ടുന്നതോടെ വീഡിയോ ജനറേഷൻ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്നും ഓപ്പൺഎഐ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കില്ലെന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യരുടെ മേൽനോട്ടമില്ലാതെ ജോലികൾ സ്വയം പൂർത്തിയാക്കാൻ കഴിവുള്ള ഏജന്റിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മറ്റ് നൂതന തരത്തിലുള്ള AI സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്പനി പറയുന്നു. യഥാർത്ഥ വീഡിയോകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് AI പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ പരിശീലന റോബോട്ടുകളിലും പ്രയോഗിക്കാൻ ഓപ്പൺഎഐ പദ്ധതിയിടുന്നുണ്ട്. ചാറ്റ്ജിപിടിയിലെ ഇമേജ് മേക്കിംഗ് ടൂൾസിനെ സോറയുടെ അടച്ചുപൂട്ടൽ ബാധിച്ചിട്ടില്ലെന്നും ഓപ്പൺഎഐ പറഞ്ഞു. ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ നിർമ്മിച്ചതുപോലെ തോന്നിക്കുന്ന AI ജനറേറ്റഡ് വീഡിയോകളുടെ ഉയർന്ന നിലവാരം കാരണം 2024 ലോഞ്ച് ആയതു മുതൽ ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് സോറയ്ക്ക് ലഭിച്ചത്. എന്നാൽ പകർപ്പവകാശ ലംഘനങ്ങളെക്കുറിച്ചും അത് മാധ്യമ വ്യവസായത്തിന് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും ആപ്പ് അന്നേ ആശങ്കകൾ ഉയർത്തിയിരുന്നു. ഡിസംബറിൽ ഡിസ്നി അതിന്റെ AI വീഡിയോ ടൂളുകളിൽ ഉപയോഗിക്കാൻ ഓപ്പൺഎഐക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈസൻസ് നൽകുന്ന ആദ്യത്തെ പ്രധാന സ്റ്റുഡിയോയായി മാറി. ഡിസ്നിയുമായിട്ടുള്ള 3 വർഷത്തെ കരാർ സ്റ്റാർ വാർസിലെ മിക്കി മൗസ്, യോഡ തുടങ്ങിയ ഡിസ്നി കഥാപാത്രങ്ങളുമായി AI വീഡിയോകൾ സൃഷ്ടിക്കാൻ സോറ ഉപയോക്താക്കൾക്ക് സൗകര്യം നൽകി. പ്രധാന പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗത്തെക്കുറിച്ച് AI സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ടെക് വ്യവസായത്തിനും ഹോളിവുഡിനും ഒരു വഴിത്തിരിവായി തന്നെ ഈ കരാർ കാണപ്പെട്ടു. എന്നാൽ മീഡിയ ഇൻഡസ്ട്രിയിലെ പ്രതിഭകളെ AI മാറ്റിസ്ഥാപിക്കുന്നതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഈ കരാർ മാറുമെന്ന് ഇൻഡസ്ട്രിയിലെ ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. AI വീഡിയോ നിർമ്മാണ വിപണിയിൽ സോറയ്ക്ക് വർദ്ധിച്ചു വരുന്ന എതിരാളികളെയും നേരിടേണ്ടി വന്നു. ഹോളിവുഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന റിയലിസ്റ്റിക് വീഡിയോകൾ ഓൺലൈനിൽ വൈറലായതിനെ തുടർന്ന് വിവാദം സൃഷ്ടിച്ച ചൈനയുടെ സീഡൻസും ആ പട്ടികയിൽ ഉൾപ്പെടുന്നു. വേൾഡ് ബിസിനസ് വാർത്തയുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.